ദിലു, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പരിപാടി? അയ്യോ സോറി, പെണ്ണില്ലാത്ത നിന്നോട് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നേ? പറ. നാണോ? ആൽഫി, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? വിഷ്ണു, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് ഗിഫ്റ്റ് കിട്ടി? ഒന്നും കിട്ടിയില്ല. വാലന്റൈൻസ് ഡേനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് കൊടുത്ത്? എത്ര പേർക്ക് കൊടുക്കാനുണ്ട്? ആരാന്നതാ? പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് വരലായിരുന്നു. 30 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ദിവ്യയുടെ മുഖത്ത് ഈ കാണുന്നത് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസിൽ നിന്ന് ഒരു ഫ്ലവറും ചോക്ലേറ്റും തന്നു കേട്ടോ. പിന്നെ അത് ലോട്ടിട്ട് അവരവരുടെ വാലന്റൈനെ കണ്ടുപിടിക്കലായിരുന്നു അടുത്ത പരിപാടി. അങ്ങനെ അമ്പുവിന്റെ വാലന്റൈൻ ഞാനായി. വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ പറയാ? ആഷിക്കെ, ഓഫീസ് ക്രഷിന്റെ പേര് പറയാവോ? ശരത്തേട്ടാ, ഈ 30 വയസ്സിനുള്ളിൽ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? ലവറിന്റെ പേര് പറയാവോ? പറ.